കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഞായറാഴ്ച വൈകുന്നേരവും ദൈവമക്കളായ നമുക്ക് ഇത്രയും പേർക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് TBFൻ്റെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഒന്നിച്ചു കൂടി വരുവാനിടയായല്ലോ. കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് ഇന്നത്തെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫിന്നി വി ജോൺ, പാട്ടുപാടുന്ന കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദൈവം പരമാധികാരിയായ ദൈവമാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി കർത്താവിൻ്റെ ദാസൻ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടെ വചനം ശുശ്രൂഷിക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഇപ്രകാരം ഇങ്ങനെ കടന്നു വരുവാൻ, അനുഗ്രഹീതമായ ഗാനങ്ങളൊക്കെ കേൾക്കുവാൻ, ദൈവവചനത്തിന് മുമ്പാകെ ഇരുപ്പാൻ തക്കവണ്ണം വീണ്ടും നമുക്ക് ദൈവം ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഉള്ള നന്ദിയെയും സ്നേഹത്തെയും ആദ്യമേ അറിയിക്കുകയാണ്. പ്രത്യേക 2 ആഴ്ചത്തെ ശുശ്രൂഷകൾക്ക് ശേഷം, നോർത്ത് ഇന്ത്യയിലുള്ള ശുശ്രൂഷകൾക്ക് ശേഷം പ്രിയ കർത്താസൻ ഷിജി അവർക്കും ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. പ്രവർത്തനങ്ങളൊക്കെ ദൈവം കൂടുതൽ സഹായിച്ചു. അതോർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഇനിയുള്ള അല്പസമയം ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ ഇനിയുള്ള ഒരു 40 മിനിറ്റ് സമയം നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികൾ ആരായിരിക്കണം, നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ആരായിരിക്കണം എന്ന ആ ഒരു ഉത്തരം, ഒരു റിസൾട്ട് നമുക്ക് ഏകദേശം 1 മാസത്തിനകം അറിയാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച്, അത് ചിലരെങ്കിലും സംബന്ധിച്ച് അത് ആശങ്കയുടെയും അല്ലെങ്കിൽ ഒരു ആകുല ചിന്തയുടെയും ഒരു നാളുകൾ കൂടെയാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ, അത് കേന്ദ്ര ഭരണമായാലും കേരളത്തിലെ ഭരണമായാൽ തന്നെയും, കഴിഞ്ഞ കാലങ്ങളുടെ ചരിത്രം നാം പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ വിശ്വാസികൾക്കെതിരെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അനേക പ്രവർത്തനങ്ങൾ ഇന്ന് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിസന്ധികളിലൂടെ ആ പ്രവർത്തകർ, സുവിശേഷ പ്രവർത്തകരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സുവിശേഷ പ്രവർത്തനം മാത്രമല്ല, സാധാരണഗതിയിലുള്ള ആത്മീയ ശുശ്രൂഷകൾ പോലും, സഭാ കൂടിവരവുകൾ പോലും നടത്തുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ, ഭരണാധികാരികൾ ആ വിശ്വാസ സമൂഹത്തിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച, നമ്മുടെ മൗലിക അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ ആശങ്കയുണ്ട്, നമുക്ക് വലിയ ആകുല ചിന്തയുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അധൈര്യപ്പെട്ട് പിന്മാറിപ്പോകാതെ എങ്ങനെ പ്രത്യാശയോടെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകേണ്ടതിന് ഏതൊക്കെ ആത്മീയ സത്യങ്ങളാണ് നാം തിരിച്ചറിയേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ്, എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നേരത്തെ പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് പരമാധികാരിയായ ദൈവം എന്നതാണ്. ദ ഗോഡ് ഹൂ ഓവർ റൂൾസ് ഓർ ദ ഗോഡ് ഹൂ ഈസ് സോവറിൻ എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നാം വളരെ ആശങ്കയോടെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം പ്രധാനമായിട്ടും തിരിച്ചറിയേണ്ട ഒരു വലിയ ആത്മീയ സത്യം ഇതാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അവൻ പരമാധികാരിയായ ദൈവമാണ്. അവൻ ഒരു സോവറിൻ ഗോഡാണ്. അവൻ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ചരിത്രത്തെയും ഭൂതം, ഭാവി, വർത്തമാനം എല്ലാ കാലങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നാം മറന്നു പോകരുത്. അമേരിക്കയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അദ്ദേഹത്തെപ്പറ്റി ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കാം. അദ്ദേഹം വലിയ ഒരു തത്വചിന്തകനും ഒരു ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ
ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയായിരുന്നു. അദ്ദേഹമാണ് അമേരിക്കയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അമേരിക്കയെ നയിക്കുകയും സ്ഥാപക നേതാക്കന്മാരോട് ഒരാളായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തി. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടണിനോട് മനോഹരമായ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഞാൻ ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ആശയം ഞാൻ വ്യക്തമാക്കാം. അദ്ദേഹം ഇപ്രകാരമാണ് ജോർജ് വാഷിങ്ടണിനോട് പറഞ്ഞത്: I have lived a long time, and the longer I live, the more convincing proofs I see of this truth, that God governs in the affairs of men. അദ്ദേഹം പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്. ജോർജ് വാഷിങ്ടൺ, ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരുന്ന ജോർജ് വാഷിങ്ടണിനോട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ വസ്തുത ഇതാണ്: ഞാൻ വളരെ കാലം ജീവിച്ചു, കൂടുതൽ കാലം ഞാൻ ജീവിക്കും തോറും ഒരു വലിയ സത്യം എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തെളിവുകൾ സഹിതം അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആ വലിയ സത്യം? മനുഷ്യരെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്, മനുഷ്യരുടെ കാര്യത്തിൽ യഥാർത്ഥമായി ഇടപെടുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എത്രയോ വളരെ ഗൗരവമായിരിക്കുന്ന ഒരു വസ്തുത, നല്ല ഒരു പ്രസ്താവനയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്: വാസ്തവത്തിൽ ജോർജ് വാഷിങ്ടണാണ് അമേരിക്കയെ ഭരിക്കുന്നത്. എന്നാൽ അതേസമയം ഒരു കാര്യം താങ്കൾ ഓർക്കണം, അതിലുപരിയായിട്ട് ഈ അമേരിക്കയെ ഭരിക്കുന്ന, താങ്കളെ ഉൾപ്പെടെ ഭരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ഒരിക്കലും മറന്നു പോകരുത്. പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയത്. നമുക്കറിയാം, അമേരിക്കയിലെ സ്ഥാപക നേതാക്കന്മാരെല്ലാവരും, പലരും ഭൂരിഭാഗം ആളുകളും വിശ്വാസികളായിരുന്നു. അപ്പോൾ അവരെല്ലാം ഈ ഒരു സത്യം മനസ്സിലാക്കിയിരുന്നു. ഏത് സത്യം? നമ്മുടെ ദൈവം പരമാധികാരിയായ ദൈവമാണ്. ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ധൈര്യത്തോടെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യമാണ് നമ്മുടെ ദൈവം പരമാധികാരിയായ ദൈവം എന്നുള്ളത്. നമ്മൾ ബൈബിളിൻ്റെ താളുകളിലേക്ക് പോവുകയാണെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരായ ആളുകൾ, ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ പ്രസ്താവനകൾ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ അവരും ഈ ഒരു സത്യം, വലിയ സത്യം മനസ്സിലാക്കിയതായിട്ട് നമുക്ക് ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില വാക്യങ്ങൾ ഞാനൊന്ന് വളരെ വേഗത്തിൽ വായിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് എടുത്തു വായിക്കേണ്ട, സമയത്തിൻ്റെ പരിമിതി മൂലം എടുത്തു വായിക്കേണ്ട, ഞാൻ വായിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗി 5:8 നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവിടെ ശലോമോൻ ഇപ്രകാരം പറയുന്നു: ഉന്നതനും മീതെ ഒരു ഉന്നതനും അവർക്കു മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശലോമോൻ പറയുന്ന ഒരു ആത്മീയ സത്യം ഇതാണ്: ഉന്നതനു മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നു, അവർക്കു മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. അപ്പോൾ ഏറ്റവും അത്യുന്നതനായ ദൈവം സകല ഉന്നതന്മാർക്കും മീതെ ജാഗരിക്കുന്നു, അവർക്ക് മേൽഭരണം നടത്തുന്നു എന്ന് ഇവിടെ ശലോമോൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ ദൈവം മേലധികാരം നടത്തുന്ന മേൽഭരണം നടത്തുന്ന ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 18:25 അബ്രഹാമും ഈ ഒരു ആത്മീയ സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അബ്രഹാം ഇപ്രകാരമാണ് പറയുന്നത്. ഉൽപ്പത്തി 18:25 നാം ഇപ്രകാരം കാണുന്നു: സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം സർവഭൂമിക്കും ന്യായാധിപതിയായവനാണ്. അവൻ നീതി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, അവൻ അനീതി പ്രവർത്തിക്കുകയില്ല. അവൻ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ, ഒരിക്കലും തിന്മ ചെയ്യുകയില്ല. അവൻ ഈ സർവ ലോകത്തിൻ്റെയും ന്യായാധിപതിയാണ് എന്ന് അബ്രഹാം സാക്ഷ്യപ്പെടുത്തുകയാണ്. 2 രാജാക്കന്മാർ 19:15 അവിടെ ഹിസ്കിയാ രാജാവിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹിസ്കിയാ രാജാവ് ഇപ്രകാരം പറയുന്നു. ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ: കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. നോക്കുക, അദ്ദേഹവും ഈ ഒരു ആത്മീയ സത്യം വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. അതായത് ഹിസ്കിയാവിനെ പോലെ ഒരു മഹാനായ രാജാവ് പോലും പറയുകയാണ്, എനിക്ക് മുകളിൽ ഒരാളുണ്ട്, എന്നെയും ഭരിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? അത് യഹോവയായ ദൈവമാണ്. അപ്പോൾ വലിയൊരു ആത്മീയ സത്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാർ മനസ്സിലാക്കിയ, അവരെ പ്രതിസന്ധികളുടെ മധ്യ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് അവരെ
സഹായിച്ച, അവരെ നയിച്ച ഒരു ആത്മീയ സത്യം ഇതാണ്: നമ്മുടെ ദൈവം പരമാധികാരിയായ ഒരു ദൈവമാണ്. ഈ ഒരു വിഷയം അല്പമായിട്ട് ഞാൻ ഇന്ന് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം പരമാധികാരിയായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നിലകളിലാണ് ദൈവം ഭരണം നടത്തുന്നത്, ഏതൊക്കെ വഴികളിലൂടെയാണ് ദൈവം ഭരണം നടത്തുന്നത്, ഈ ഭൂമിയിൽ തൻ്റെ ഭരണം നടത്തുന്നത് എന്നുകൂടെ ഇന്ന് ഒന്ന് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇന്നത്തേതിന് ഏകദേശം സമാനമായ ഒരു കാലഘട്ടമായിരുന്നു ദാനിയേലിൻ്റെ കാലഘട്ടം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സമയങ്ങളിലും ദൈവത്തെ അറിയാത്ത ചില ചക്രവർത്തിമാരാണ് ദൈവത്തിൻ്റെ മക്കളെ ഭരിച്ചത്. ദൈവമക്കളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ നെബൂഖദ്നേസറിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ അതിനുശേഷം വന്ന മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദാനിയേൽ പ്രവചനം വായിക്കുമ്പോഴും അതിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു ആത്മീയ സത്യം ഇതാണ്: നമ്മുടെ ദൈവം മേലധികാരിയായ ദൈവമാണ്, അവൻ പരമാധികാരിയായ ദൈവം ആണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ദാനിയേൽ പ്രവചനം വായിച്ചിട്ട് ദാനിയേൽ പ്രവചനത്തിലെ 1-ാം അധ്യായം ഇന്ന് ധ്യാനിച്ച് ഏതൊക്കെ നിലകളിലാണ് ദൈവം മേൽഭരണം നടത്തുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാരംഭമായിട്ട് നമുക്കതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാവുന്നതാണ്. അവിടെയും നമുക്ക് ദൈവം എങ്ങനെയാണ് മേൽഭരണം നടത്തുന്നത്, എങ്ങനെയാണ് ദൈവം പരമാധികാരിയായി ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. മതി. ഇവിടെ എന്താ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന? നെബൂഖദ്നേസർ രാജാവ് ദൈവജനത്തെ പിടിച്ചുകൊണ്ട് പോയി തൻ്റെ പ്രവാസത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2-ാം വാക്യത്തിൽ നാം കാണുന്നു: യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശീനാർ ദേശത്ത് തൻ്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. നോക്കുക, ഈ വാക്യം വായിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യ എന്താ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടിരിക്കുന്നു. ദൈവം ഇപ്പോൾ അവരെ നിയന്ത്രിക്കുന്നില്ല. ദൈവം അവരുടെ മേൽ ഭരണം നടത്തുന്നില്ല എന്നാണ് പ്രഥമ ദൃഷ്ട്യ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ നാം വായിക്കുന്നു, അവരുടെ രാജാവായ യെഹോയാക്കീം രാജാവിനെ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയി. തൻ്റെ യഹൂദ ജനത്തെ മുഴുവനായിട്ട് അദ്ദേഹം പിടിച്ചുകൊണ്ടുപോയി. എന്ന് മാത്രമല്ല, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേവാലയത്തിലെ പാത്രങ്ങൾ ചിലത് പോലും, അതായത് വിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പോലും ഇവിടെ എന്താ കാണുന്നത്? അദ്ദേഹത്തിൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഒരു വലിയ ഒരു ദാരുണമായ സംഭവം, വലിയൊരു ട്രാജഡിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്, ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടു, ദൈവം ഇപ്പോൾ ഭരണം നടത്തുന്നില്ല എന്ന് ന്യായമായും നമുക്ക് ചിന്തിക്കാം. എന്നാൽ 2-ാം വാക്യം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ എന്താ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്? അതിൻ്റെ 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അവിടെ ഒന്നാമതായിട്ട് കാണാൻ സാധിക്കുന്നത്? ആരാണ് ഇതൊക്കെ ചെയ്തത്? നെബൂഖദ്നേസർ രാജാവാണോ? തീർച്ചയായിട്ടും അല്ല. അവിടെ ഒന്നാമതായിട്ട് 2-ാം വാക്യത്തിൻ്റെ 1-ാം ഭാഗം, കർത്താവ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കർത്താവ് ഈ കാര്യങ്ങളൊക്കെ, അതായത് ഇസ്രായേൽ മക്കളെയും യഹൂദ ജനത്തെയും ദേവാലയത്തെയും യെഹോയാക്കീം രാജാവിനെയും ഒക്കെ ആരാണ് ഏൽപ്പിച്ചത്? നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയി. അത് മാനുഷികമായ നിലയിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? കർത്താവ് അവരെ ഇവൻ്റെ കയ്യിൽ, ഈ നെബൂഖദ്നേസർ ചക്രവർത്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ചില സമയങ്ങളിൽ അവിശ്വാസികളായ ഭരണാധികാരികളുടെ കൈകളിൽ
ദൈവം തന്നെ ജനത്തെ ഏൽപ്പിക്കും എന്നുള്ള വലിയ സത്യം. അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് അപ്പോഴും മേൽഭരണം നടത്തും, പരമാധികാരി ആയിരിക്കും എന്ന വലിയ സത്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു കാര്യം ഇസ്രായേൽ മക്കളോട് ചെയ്തത്? ഒരു കണക്കിന് ഒരു വശത്ത് ഒരു തരത്തിൽ ചിന്തിച്ചാൽ അത് വലിയ ഒരു ക്രൂരതയായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ എന്താണ് ഇതിൻ്റെ കാരണം? ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ വളരെ വ്യക്തമാണ്. എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്തത്? ഇസ്രായേൽ മക്കളെ ദൈവം ബാലശിക്ഷയിലൂടെ കടത്തിവിടുകയാണ്. ഇസ്രായേൽ മക്കളുടെ പാപങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങൾ മുഖാന്തരം ദൈവം ഇപ്പോൾ അവരെ ബാലശിക്ഷയിലൂടെ കടത്തിവിടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം ഇവരെ നെബൂഖദ്നേസറിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇങ്ങനെ പറയാൻ സാധിക്കും: ദൈവം ബാലശിക്ഷയിലൂടെ തൻ്റെ ജനത്തെ ഭരിക്കുന്നു, അല്ലെങ്കിൽ മേൽഭരണം നടത്തുന്നു. പ്രിയമുള്ള, ബാലശിക്ഷ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മേൽഭരണം തന്നെയാണ്. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ പെട്ട കാര്യമാണ് എന്ന് നാം മറന്നു പോകരുത്. എന്തായിരുന്നു ഇസ്രായേലിൻ്റെ പാപം അല്ലെങ്കിൽ പാപങ്ങൾ? ഞാൻ വാക്യങ്ങളൊന്നും എടുത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട 3 പാപങ്ങളാണ് നമുക്ക് ഈ ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ വിഗ്രഹ ആരാധികളായിട്ട് തീർന്നു. അന്യദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ ഇസ്രായേൽ മക്കൾ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാപമായിട്ട് ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് അവർ ചെയ്ത പാപം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 3 പാപങ്ങളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാപം എന്ന് പറയുന്നത് വളരെ അധാർമികമായ നിലയിൽ, അസന്മാർഗികമായ നിലയിൽ ഇസ്രായേൽ മക്കൾ ജീവിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് ഐഡോലേറ്ററി, രണ്ടാമത്തെ പാപം ഇമ്മോറാലിറ്റി, അസന്മാർഗികമായ നിലയിൽ അവർ ജീവിക്കുവാനായിട്ട് തുടങ്ങി. ഇനി മൂന്നാമത്തെ പാപം എന്താണെന്ന് ചോദിച്ചാൽ ദരിദ്രന്മാരുടെ ന്യായത്തെ അവർ മറിച്ച് കളഞ്ഞു. ദരിദ്രന്മാരോട് അവർ കരുണ കാണിക്കാതെയായി. ഇസ്രായേൽ ജനത്തിലെ ധനികന്മാരെല്ലാം ദരിദ്രന്മാരെ അവഗണിക്കുവാനും അവരെ പീഡിപ്പിക്കുവാനുമായിട്ട് തുടങ്ങി. ഇതാണ് ഈ ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ ഇസ്രായേൽ മക്കൾ ചെയ്ത പ്രധാനപ്പെട്ട 3 പാപങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 1 ഐഡോലേറ്ററി, 2 ഇമ്മോറാലിറ്റി, 3 ഇൻജസ്റ്റിസ് ടു ദ പുവർ. പാവങ്ങളോട് കരുണ കാണിക്കാതെയായി അന്യായം ചെയ്യുവാനായിട്ട് തുടങ്ങി. ഈ 3 പാപങ്ങൾ മുഖാന്തരം ഇപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം ഇവരെ നെബൂഖദ്നേസറിൻ്റെ കരങ്ങളിൽ, ഇവരെയും ദേവാലയത്തെയും അവരുടെ രാജാവിനെയും നെബൂഖദ്നേസറിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ചില സമയങ്ങളിൽ അവിശ്വാസികളായ ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് നാം പീഡനം ഏറ്റുവാങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും പാപങ്ങൾ, ഈ ഇസ്രായേൽ മക്കൾ ചെയ്ത ഏതെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ? ഇതാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. ഇങ്ങനൊരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ആദ്യം നാം ചിന്തിക്കേണ്ടത് ഇതാണ്. പല പ്രാർത്ഥനകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്, ഭരണമാറ്റത്തിനായിട്ടുള്ള പ്രാർത്ഥനകൾ. എന്നാൽ അതൊക്കെ നല്ലതാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് നാം ചിന്തിക്കേണ്ട ഒരു വസ്തുത ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഇപ്രകാരമുള്ള പാപങ്ങളുണ്ടോ എന്ന് ചിന്തിക്കണം. നമുക്കറിയാം, വിഗ്രഹാരാധന ഈ കാലഘട്ടത്തിൽ നാം ആരും കല്ലിനെയും മണ്ണിനെയും ഒന്നും ആരാധിക്കുന്നില്ല. അതൊക്കെ വിഗ്രഹങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എന്താണ് ഒരു വിഗ്രഹം എന്ന് പറയുന്നത്? ദൈവത്തെക്കാൾ നാം ഏതൊരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹമാണ്. ഒരുപക്ഷെ നമ്മുടെ വസ്തുവകളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചില എൻ്റർടൈൻമെൻറ്റ് ഷോകളായിരിക്കാം. ഇന്ന് എൻ്റർടൈൻമെൻറ്റ് റിയാലിറ്റി ഷോകളുടെയൊക്കെ കാലമാണ്. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളെ ഭ്രമിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളാണോ? ഇത് ദൈവത്തെക്കാൾ കൂടുതൽ നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹമായി കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം ഒഴിഞ്ഞ് നിൽക്കണം. രണ്ടാമതായിട്ട്, അധാർമികമായിട്ടുള്ള ഏതെങ്കിലും നിലകളിൽ നാം ജീവിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രഹസ്യ പാപങ്ങളുണ്ടോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. മൂന്നാമതായിട്ട്, ദരിദ്രന്മാരോടുള്ള സമീപനം എങ്ങനെയാണ്, അവരോടുള്ള മനോഭാവം എങ്ങനെയിരിക്കുന്നു? ഇതും ദൈവത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം ദൈവം ആരാണ്? നമ്മുടെ ദൈവം
അനാഥരുടെയും വിധവമാരുടെയും ദൈവമാണ്. അതുകൊണ്ട് ദൈവം ഈ കാര്യങ്ങളിലൊന്നും ദൈവം യാതൊരു കോംപ്രമൈസുമില്ല, യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ള കാര്യം നാം വളരെ അധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം എങ്ങനെയാണ് തൻ്റെ പരമാധികാരം വെളിപ്പെടുത്തുന്നത്, എങ്ങനെയാണ് മേൽഭരണം നടത്തുന്നത്? തൻ്റെ മക്കളെ ബാലശിക്ഷയിലൂടെ കടത്തിവിട്ടുകൊണ്ട് താൻ മേൽഭരണം നടത്തുന്നു. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആത്മീയ സത്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ആത്മീയ സത്യം എന്ന് പറയുന്നത്, ദൈവം ബാലശിക്ഷയിലൂടെ തന്നെ മക്കളെ കടത്തിവിടുന്നു. എന്നാൽ അതേസമയം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു സത്യം ഇതാണ്, അതേസമയം തൻ്റെ ജനത്തെ ദൈവം പരിപാലിക്കുന്നു. അല്ലെങ്കിൽ അവിശ്വാസികളായ ഭരണാധികാരികളെ ഉപയോഗിച്ച് തന്നെ ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുന്നു എന്ന ആത്മീയ സത്യവും നാം മറന്നു പോകരുത്. ദൈവം ഒരു വശത്ത് ബാലശിക്ഷ നടപ്പാക്കുമെങ്കിലും പൂർണ്ണമായിട്ടും ദൈവം നമ്മളെ കൈവിടുന്നില്ല, അല്ലെങ്കിൽ ഒരു കാലത്തും ദൈവം തൻ്റെ മക്കളെ കൈവിടുകയില്ല എന്ന ആത്മീയ സത്യവും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവം അവിശ്വാസികളായ ഭരണാധികാരികളെ ഉപയോഗിച്ച് തൻ്റെ ജനത്തെ നടത്തുന്നു. നമുക്കറിയാം, ഈ ബാബിലോണിയ പ്രവാസത്തിന് ശേഷം വന്ന മേദ്യ പാഴ്സ്യ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിലെ ആദ്യത്തെ രാജാവായ കോരേഷ് രാജാവ്, ആ കോരേഷ് രാജാവാണ് വാസ്തവത്തിൽ ഇസ്രായേൽ മക്കളെ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരം നടത്തുന്നത്. അപ്പോൾ കോരേഷ് രാജാവ് എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹം ഒരു അവിശ്വാസിയായ ഭരണാധികാരിയാണ്, യഥാർത്ഥ ദൈവത്തെ അറിയാത്ത ഒരു ഭരണാധികാരിയാണ്. പക്ഷേ അദ്ദേഹത്തെ ഉപയോഗിച്ചും ദൈവം മേൽഭരണം നടത്തുന്നു. കോരേഷ് രാജാവിനെ കുറിച്ചുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് അതിശയകരമായിരിക്കുന്ന വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യെശയ്യാവ് 44:28 നാം ഇങ്ങനെ വായിക്കുന്നു, കോരേഷ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടും എന്ന് ഞാൻ കൽപ്പിക്കുന്നു. നോക്കുക, കോരേഷ് രാജാവിനെ കുറിച്ചുള്ള പ്രവചനം ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പ്രവചനമാണ് ഇവിടെ യെശയ്യാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? അദ്ദേഹം ജനിച്ചിട്ട് പോലുമില്ല, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാർ പോലും ജനിച്ചിട്ടില്ല. അങ്ങനൊരു സമയത്ത് ഇവിടെ യെശയ്യാവ് പറയുകയാണ്, കോരേഷ് എൻ്റെ ഇടയൻ. കോരേഷ് എൻ്റെ ഇടയൻ. നമ്മുടെ ഇടയൻ ആരാണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു നമ്മൾ എപ്പോഴും പറയും. എന്നാൽ അതേ ദൈവം തന്നെ ഇവിടെ എന്താ പറയുന്നത്? കോരേഷ് എൻ്റെ ഇടയൻ എന്ന് പറഞ്ഞാൽ കോരേഷിനെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ജനത്തെ പരിപാലിക്കും. ഒരു ഇടയൻ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ ഒരു അവിശ്വാസിയായ ഭരണാധികാരിയെ ഉപയോഗിച്ച് തന്നെ, ദൈവത്തെ അറിയാത്തൊരു ഭരണാധികാരിയെ ഉപയോഗിച്ച് തന്നെ ഞാൻ എൻ്റെ ജനത്തെ മെയ്ക്കും, ഒരു ഇടയനെ പോലെ നടത്തുമെന്ന് ദൈവം പറയുന്നു. 2 ദിനവൃത്താന്തം 36:23 അതിൻ്റെ ആ ഫുൾഫിൽമെൻറ്റ്, ആ പ്രവചനത്തിൻ്റെ നിവർത്തി നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പാർസി രാജാവായ കോരേഷ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. നോക്കുക, കോരേഷ് രാജാവും ആ വലിയ സത്യം മനസ്സിലാക്കി. ഏത് സത്യം? യഥാർത്ഥ ദൈവം, യഥാർത്ഥ രാജാവ്, പരമാധികാരിയായ ദൈവം അത് യഹോവയായ ദൈവമാണ് എന്ന്. യഹൂദയിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. നോക്കുക, അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് 200 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നമുക്ക് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. നോക്കുക, അപ്പോൾ ദൈവം അവിശ്വാസികളായ ഭരണാധികാരികളെ ഉപയോഗിച്ച് തൻ്റെ ജനത്തെ പരിപാലിക്കുന്നു. നമ്മൾ എസ്രാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ അർത്ഥശിഷ്ട രാജാവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. അർത്ഥശിഷ്ട രാജാവ് എന്ന് പറയുന്നത് നെഹമ്യാവിൻ്റെ സമയത്തുണ്ടായിരുന്ന ആ പാഴ്സി സാമ്രാജ്യത്തിലുള്ള രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പാനപാത്ര വാഹകനായിട്ടാണ് നെഹമ്യാവ് ആയിരുന്നത്. അപ്പോൾ ആ രാജാവിൻ്റെ ഒരു വിളംബരം, അത് വളരെ അതിശയകരമായ ഒരു വിളംബരമാണ്. എസ്രാ പ്രവചനം 7-ാം അധ്യായം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിളംബരമാണ്. അതിൽ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് എടുത്തു വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എസ്രാ പ്രവചനം 7:19-20. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്, നിൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിൻ്റെ കൈവശം തന്നിരിക്കുന്ന ഉപകരണങ്ങളും നീ യെരൂശലേമിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. നിൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് പിന്നെയും ആവശ്യമുള്ളതായി കൊടുക്കേണ്ടി വരുന്നത് നീ രാജാവിൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ കൊടുത്ത് കൊള്ളണം.
നോക്കുക, ഇവിടെ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അവിടെ അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ മനോഹരമായ ഒരു വിളംബരം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ആ ദേവാലയത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആവശ്യമായിരിക്കുന്ന സമ്പത്തും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളുമെല്ലാം രാജാവിൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെയും ദൈവത്തിൻ്റെ പരിപാലനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അർത്ഥശ്രേഷ്ഠ രാജാവിനെ ഉപയോഗിച്ച് ആ ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ നമ്മളെ ആവേശത്തിൽ ആഴ്ത്തിക്കളയുന്ന പല വാക്യങ്ങൾ, നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന വാക്യങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അർത്ഥശ്രേഷ്ഠ രാജാവ് പറയുകയാണ്, ഈ എസ്രാ ശാസ്ത്രിയോട് അർത്ഥശ്രേഷ്ഠ രാജാവ് പറയുകയാണ്, നിൻ്റെ ജനത്തെ ന്യായപ്രമാണം പഠിപ്പിക്കണം. അതായത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം പഠിപ്പിക്കണം, അറിയാത്തവരെ അത് പഠിപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, അത് പാലിക്കാത്ത ഏവനെയും നിനക്ക് നിൻ്റെ രീതിയിൽ ശിക്ഷിക്കാം. നീ ആഗ്രഹിക്കുന്ന നിലയിൽ അവരെ ശിക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ അവരെ പ്രവാസത്തിലേക്ക് കടത്തിവിടാം, അവരെ വധശിക്ഷയ്ക്ക് വിധിക്കാം, അവർക്ക് പിഴ ഈടാക്കാം, അവർക്ക് തടവ് ശിക്ഷ വിധിക്കാം എന്നിങ്ങനെ വിവിധ ശിക്ഷകളുടെ ഒരു ലിസ്റ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാ? ഈ അന്യ ദേവൻ്റെ, അതായത് അർത്ഥശ്രേഷ്ഠ രാജാവിനെ സംബന്ധിച്ച് ഈ അന്യ ദേവൻ്റെ ന്യായപ്രമാണം പാലിക്കാൻ, യഹോവയായ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പാലിക്കുവാൻ വേണ്ടി താൻ ഓർഡർ ഇടുകയാണ്, ഒരു വിളംബരം ചെയ്യുകയാണ്. എത്രയോ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ രാജാവിൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ എടുക്കാം എന്ന് മാത്രമല്ല, അതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിൽ നിന്നും ടാക്സ് ഒഴിവാക്കുന്നു. കരം പിരിക്കരുത്, അവരിൽ നിന്ന് ടാക്സ് പിരിക്കരുത് എന്ന വലിയ ഒരു ഓർഡറും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. 7-ാം അധ്യായം നിങ്ങൾ ഭവനങ്ങളിൽ ചെന്ന് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ ഈ ശ്രേഷ്ഠകരമായ വിളംബരം, അതിൻ്റെ വിവിധ വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഇതാണ്, ദൈവം അവിശ്വാസികളായ ഭരണാധികാരികളെ ഉപയോഗിച്ച്, കോരേശ് രാജാവിനെ ഉപയോഗിച്ച് ദൈവം തൻ്റെ ജനത്തെ പരിപാലിച്ചു. അർത്ഥശ്രേഷ്ഠ രാജാവിനെ ഉപയോഗിച്ച് ദൈവം തൻ്റെ ജനത്തെ പരിപാലിച്ചു. എന്ന് മാത്രമല്ല, നെബൂഖദ്നേസറിൻ്റെ കാലത്തും നെബൂഖദ്നേസറിനെയും ഉപയോഗിച്ച് ദൈവം തൻ്റെ ജനത്തെ പരിപാലിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ദൈവം ഒരു ഇടയനെ പോലെ അവിശ്വാസികളായ ഭരണാധികാരികളെ ഉപയോഗിച്ച് നമ്മെ ഭരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നമുക്കറിയാം, ദൈവത്തെ അറിയാത്ത ഒരു ഭരണകൂടമാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിന് കീഴിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദൈവം അപ്പോഴും ഒരു ഇടയനെ പോലെ നമ്മെ പരിപാലിക്കും. ഇനി മൂന്നാമത്തെ ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ മൂന്നാമത്തെ വശം, അതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നത്? ദൈവം തിരഞ്ഞെടുത്ത ഒരു ശേഷിപ്പിനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തെ ഉപയോഗിച്ച് ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുന്നു, അല്ലെങ്കിൽ ഭരണം നടത്തുന്നു. ദൈവം ഒരു ന്യൂനപക്ഷത്തെ ഉപയോഗിച്ച് ഭരണം നടത്തുന്ന ദൈവമാണ്. പലപ്പോഴും നാം ചിന്തിക്കും, നാം ഈ രാജ്യത്തൊരു വലിയ ന്യൂനപക്ഷമാണ്, ക്രൈസ്തവർ തന്നെ ഏകദേശം 2% ഒക്കെ ഉള്ളെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ തന്നെ രക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നാം ഒരു ന്യൂനപക്ഷമാണ്, ഒരു ചെറിയ ശതമാനം മാത്രം വരുന്ന ഒരു ജനത. എന്നാൽ ചരിത്രം നാം പരിശോധിച്ചാൽ, ബൈബിളിൻ്റെ താളുകൾ പരിശോധിച്ചാൽ, ഈ ന്യൂനപക്ഷമായ ഒരു ജനത്തെ ഉപയോഗിച്ചാണ് ദൈവം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തത്. ഇവിടെയും ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമുക്ക് അതാണ് കാണാൻ സാധിക്കുന്നത്. ദൈവം 4 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ആരൊക്കെയാണ് 4 പേര്? 1-ാം അധ്യായം 6-ാം വാക്യം, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നീ യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു. നോക്കുക, അനേക യഹൂദ ബാലന്മാർ ആ ദേശത്തുണ്ടായിരുന്നു. എന്നാൽ ദൈവം 4 പേരെ, ചുരുക്കം ചിലരായ ആ 4 വ്യക്തികളെ ദൈവം തൻ്റെ പർപ്പസിനായിട്ട്, തൻ്റെ ഹിതത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ്. നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ 4 പേരെ ഉപയോഗിച്ച് ദൈവം വൻ കാര്യങ്ങളെ ആ സാമ്രാജ്യത്തിൽ ചെയ്തതായിട്ട്, ദൈവത്തിൻ്റെ ഭരണം കൃത്യമായിട്ട് നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ചരിത്രത്തിലേക്കൊന്നും
ഞാൻ കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, അപ്പോൾ ഒരു ന്യൂനപക്ഷത്തെ എപ്പോഴും ദൈവം ഉപയോഗിക്കും, ദൈവം ഭരണം നടത്തും. ഗിദെയോൻ്റെ ചരിത്രം നമുക്കറിയാം. ആ മിദ്യാനിയർക്കെതിരെ പോരാടുവാനായിട്ട് പോയപ്പോൾ ആദ്യം എത്ര പേരായിരുന്നു ഗിദെയോൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? ആർക്കെങ്കിലും അറിയാമോ എത്ര പേരായിരുന്നെന്ന്? എത്ര പേരായിരുന്നു? 32,000 അല്ലേ? 32,000 പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം വാസ്തവത്തിൽ യുദ്ധം തുടങ്ങാറായപ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? 300 പേര്. അപ്പോൾ 32,000 പേര് ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല എന്ന് ദൈവം പറഞ്ഞു. അവസാനം 300 പേരെ വെച്ചിട്ട് എത്ര പേരെയാണ് കൊന്നത്? കണക്കുകൾ പരിശോധിച്ചാൽ 1,35,000 പേര് വരുന്ന ഒരു വലിയ സാമ്രാജ്യത്തെ, വലിയ ഒരു സേനയെ കേവലം ഈ 300 പേര് തോൽപ്പിച്ച് കളഞ്ഞു. നമുക്കപ്പോൾ ദൈവം എപ്പോഴും ന്യൂനപക്ഷങ്ങളെ ഉപയോഗിച്ച് തൻ്റെ ഹിതം നടപ്പാക്കുന്ന ദൈവമാണ്. യെശയ്യാ പ്രവചനം 10:21 ഈ ഒരു പ്രസ്താവന, ഈ ഒരു ആത്മീയ സത്യം ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. 10:21, 22 ഒരു ശേഷിപ്പ് മടങ്ങി വരും, യാക്കോബിൻ്റെ ശേഷിപ്പ് വീരനായ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരും. അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലേ, നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും. ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ എൻ്റെ അടുക്കൽ വരികയുള്ളൂ. അത് ദൈവത്തിന് പണ്ടേ അറിയാം. ദൈവം അത്രമാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു ന്യൂനപക്ഷത്തെ മാത്രമേ ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ. ദൈവത്തിന് ഈ ഭൂരിപക്ഷത്തിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. അത് ആൾ കൂടിയാലും കുറഞ്ഞാലും ഒന്നും അത് ദൈവത്തെ ബാധിക്കുന്ന കാര്യമല്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ ന്യൂനപക്ഷങ്ങളെയാണ് ഇഷ്ടം. കാരണം നമ്മൾ വായിക്കുന്ന, അവൻ ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, അവന് ആരുടെയും തുണ ആവശ്യമില്ല. പക്ഷേ ദൈവം മനുഷ്യരെ ഉപയോഗിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷത്തെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കാരണം നമ്മൾ ആ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നു, അല്ലെങ്കിൽ മനുഷ്യർ അവൻ്റെ മഹത്വം എടുത്തു കളയും. അതുകൊണ്ടാണ് ഗിദെയോനോട് ഈ 32,000 പേര് അവൻ്റെ കൂടെ വേണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യർ ദൈവത്തിൻ്റെ മഹത്വം എടുക്കാതിരിക്കാൻ വേണ്ടി ദൈവം എപ്പോഴും ഒരു ന്യൂനപക്ഷത്തെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പുറപ്പാട് പുസ്തകം 32:26 അവിടെ ഇസ്രായേൽ മക്കൾ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന് ചുറ്റും നൃത്തം ചെയ്യുന്നതൊക്കെ ഉള്ള കാര്യം, അതിനെ ആരാധിക്കുന്ന കാര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ മോശ വളരെ കോപാകുലനായിട്ട് ആ പർവ്വതത്തിൽ നിന്ന്, സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു പ്രഖ്യാപനം ഇങ്ങനെ നടത്തുന്നു. എന്താണത് പ്രഖ്യാപനം? മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ആരാ വന്നത്? ലേവ്യർ മാത്രം അവൻ്റെ പക്ഷത്തേക്ക് വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 12 ഗോത്രങ്ങളുണ്ടായിരുന്നു. ആകെ ഒരു ന്യൂനപക്ഷമായ ലേവ്യർ മാത്രം അവൻ്റെ അടുക്കിലേക്ക് വന്നു. അത് കാരണം ലേവ്യർ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു. മാത്രമല്ല, ലേവ്യരിലൂടെ ദൈവം അനേക വൻകാര്യങ്ങളെ ചെയ്യുന്നതായിട്ട് നമുക്ക് പിന്നീടുള്ള ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഈ ന്യൂനപക്ഷത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. സംഖ്യാപുസ്തകം 14:29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആരാണ് ആ വ്യക്തികൾ? അനേക 1000 ഇസ്രായേൽ മക്കളിൽ നിന്ന് 2 പേരെ, പ്രധാനപ്പെട്ട 2 വ്യക്തികളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ആരൊക്കെയാണ്? യോശുവയും കാലേബും. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ അവിടെ ഉണ്ടായിരുന്നു. ദൈവം എന്താ പറയുന്നത്? ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നെയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായും എൻ്റെ നേരെ പിറുപിറുത്തവരായി നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 6 ലക്ഷം പുരുഷന്മാരെന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെടെ 25 മുതൽ 30 ലക്ഷം ജനസമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ 20 വയസ്സിന് മുകളിലോട്ടുള്ള എത്ര പേരുണ്ടായിരുന്നു കാണും? ഞാൻ ഒരു ഊഹം പറയുകയാണ്. ഒരു പക്ഷേ 15 തൊട്ട് 20 ലക്ഷം വരെയുള്ള ഒരു ജനസമൂഹം 20 വയസ്സിന് മുകളിലോട്ടുണ്ടായിരുന്നു കാണാം. 10 ലക്ഷം കുട്ടികളാണ് എന്ന് കണക്കാക്കാമെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 20 ലക്ഷം വരുന്ന ജനസമൂഹത്തിൽ നിന്ന് ദൈവം എത്ര പേരെ തിരഞ്ഞെടുക്കുന്നത്? കേവലം 2 പേരെ. മോശയ്ക്ക് പോലും അതിനുള്ള
അർഹത ദൈവം കൊടുത്തില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. കേവലം 2 പേരെ, യോശുവയും കാലേബിനെയും ദൈവം തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഇപ്രകാരമാണ്. യോശുവയും കാലേബിനെയും ഉപയോഗിച്ചാണ് ദൈവം പിന്നീട് തൻ്റെ ജനത്തെ മേൽഭരണം നടത്തിയത്. അപ്പോൾ ദൈവം ന്യൂനപക്ഷങ്ങളെ ഉപയോഗിക്കുന്ന ദൈവമാണ്. തീർന്നില്ല ആ ചരിത്രം അങ്ങനെ നോക്കിയാൽ അനേക ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ട ചരിത്രമാണ്. ഏലിയാവിൻ്റെ കാലഘട്ടത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഏലിയാവ് വളരെ വിഷാദിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ, തൻ്റെ ജീവനെ തന്നെ വെടിയാനായിട്ട് താൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ താൻ വലിയൊരു ഡിപ്രഷൻ തന്നെ ബാധിച്ചു, വലിയ വിഷാദ രോഗം തന്നെ ബാധിച്ചു. ആ ഒരു സമയത്ത് ദൈവം എന്താണ് ഏലിയാവിനോട് പറയുന്നത്? ദൈവം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ജോലി അവിടെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, ഒരു കൗൺസിലറിൻ്റെ ജോലി ദൈവം അവിടെ ചെയ്യുകയാണ്. ദൈവം ഏലിയാവിനെ ശക്തിപ്പെടുത്തുകയാണ്. എന്നിട്ട് താൻ എന്താ പറയുന്നത്? ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുള്ളവരുമായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. നോക്കുക, അവിടെയും ഒരു ന്യൂനപക്ഷം വരുന്ന ജനത്തെ, അനേക ലക്ഷം ഇസ്രായേൽ മക്കൾ അതുണ്ടായിരുന്നു, എന്നാൽ ഒരു 7000 പേരെ, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ദൈവം അവിടെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. എസ്രാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ചില കണക്കുകളൊക്കെ കാണാൻ സാധിക്കുന്നു. അതായത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ആളുകളുടെ ചരിത്രം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ വന്ന ആളുകളുടെ കണക്ക് വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അവിടുത്തെ അതിൻ്റെ ടോട്ടൽ കണക്ക് ഇപ്രകാരമാണ് പറയുന്നത്. സഭയാകെ 42,360 പേർ ഉണ്ടായിരുന്നു. 42,360 എന്ന് പറഞ്ഞാൽ ബാബിലോണ് പ്രവാസത്തിലേക്ക് എത്ര ലക്ഷം ആളുകളാണ് പോയതല്ലേ? ആ സദേൺ കിങ്ഡം, ആ തെക്കേ രാജ്യം മുഴുവൻ ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയി. പക്ഷേ കോരേശ് രാജാവ് ഒരു വിളംബരം പ്രഖ്യാപിച്ച് ഇന്ന ആളുകൾ ഇവർക്കൊക്കെ മടങ്ങി വരാമെന്ന് പറഞ്ഞപ്പോൾ എത്ര പേരാണ് മടങ്ങി വന്നത്? കേവലം 42,000 പേര്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവരൊക്കെ ബാബിലോണിലെ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആ ബാബിലോണിൽ തന്നെ ജീവിച്ചു. പ്രിയമുള്ളവരെ, പക്ഷേ ഈ ചുരുക്കം ചെല്ലായ വ്യക്തികളിലൂടെയാണ് ദൈവം തൻ്റെ ഹിതമൊക്കെ പിന്നീട് ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ താൻ നിറവേറ്റുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഇതാണ്: ന്യൂനപക്ഷത്തെ സ്നേഹിക്കുന്ന, ന്യൂനപക്ഷത്തെ എടുത്തുപയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് ഈ ആൾക്കൂട്ടത്തിലൊന്നും വലിയ രസിക്കുന്ന, അത് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പലപ്പോഴും ചില മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ പറയും, മീറ്റിംഗ് വലിയ അനുഗ്രഹമായിരുന്നു, ഇരിക്കാൻ കസേരകളില്ലായിരുന്നു, ആളുകൾ അങ്ങ് തിങ്ങി നിറയുമായിരുന്നു. ഞാനും അത് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ തെറ്റായ ഒരു കാര്യമാണ്. ഒരു മീറ്റിങ്ങിൻ്റെ അനുഗ്രഹം ആൾക്കൂട്ടത്തിലല്ല ഇരിക്കുന്നത്, മറിച്ച് ആ പോയ വ്യക്തികൾക്ക് എത്രത്തോളം അനുഗ്രഹം പ്രാപിച്ചു, ആത്മീയമായിട്ട് അവർക്ക് എത്രത്തോളം വളരാൻ സാധിച്ചു എന്നതിലാണ് ആ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ദൈവം എത്രത്തോളം പ്രസാദിച്ചു എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ദൈവം ആൾക്കൂട്ടത്തിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല. ഈ ഭരണ വ്യവസ്ഥയോടുള്ള ബന്ധത്തിലും ഈ ആശങ്കയുടെ കാലഘട്ടത്തിൽ നമുക്കത് പറയാൻ സാധിക്കും. നമ്മൾ ഒരു ന്യൂനപക്ഷമാണ്, പക്ഷേ ദൈവം എപ്പോഴും ന്യൂനപക്ഷങ്ങളെ ഉപയോഗിക്കുന്നു. ഇവിടെയും ദൈവം ആ ന്യൂനപക്ഷത്തെ ഉപയോഗിച്ചു, 4 പേരെ ഉപയോഗിച്ചു. ഇനി എന്തുകൊണ്ടാണ് ദൈവം അവരെ ഉപയോഗിച്ചത് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മുമ്പാകെ ഒരു 5-10 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഈ ന്യൂനപക്ഷത്തെ ഉപയോഗിച്ചത്? അതിൻ്റെ 8-ാം വാക്യത്തിലാണ് അതിൻ്റെ ആ വിഷയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8-ാം വാക്യം ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാവുന്നതാണ്. ആ ഒരു കാര്യത്തോടുള്ള അടിസ്ഥാനത്തിലാണ് അവിടെ ദാനിയേലിനെയും കൂട്ടാളികളെയും ദൈവം തിരഞ്ഞെടുത്തത്. നമുക്കൊന്ന് വായിക്കാം. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. മതി. എന്തുകൊണ്ടാണ് ദൈവം ഈ ന്യൂനപക്ഷത്തെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ദാനിയേലിനെ ദൈവം തിരഞ്ഞെടുത്തത്? രാജാവിൻ്റെ ഭോജനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കി കളയുകയില്ല എന്നൊരു ഉറച്ച തീരുമാനം, ഉറച്ചൊരു നിലപാട് ദാനിയേൽ എടുക്കുകയാണ്. അതായത് പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിന് അനുരൂപരായി തീരുകയില്ല എന്ന് ദാനിയേലും
തൻ്റെ കൂട്ടാളികളും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, ഒരു ന്യൂനപക്ഷമായിട്ട് നാം ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ ന്യൂനപക്ഷമായ നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനൊരു പ്രതിജ്ഞ എടുത്തെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനുദിനം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു ന്യൂനപക്ഷമായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവർ, വരും കാലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഇതായി തീരട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ ന്യൂനപക്ഷമായി തീരാം. ദൈവം എടുത്തുപയോഗിക്കുന്ന, ദാനിയേലിനെ എടുത്തുപയോഗിച്ചതുപോലെ ദൈവത്തിൻ്റെ ഒരു ന്യൂനപക്ഷമായി തീരുവാനായിട്ട് ദൈവം നമ്മളെ എടുത്തുപയോഗിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ലോകത്തിൻ്റെ അശുദ്ധിയിലൊന്നും പെട്ടുപോകാതെ ജീവിപ്പാനായിട്ട് നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് എൻ്റെ വിഷയം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാനിയേലും കൂട്ടാളികളും ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? നെബൂഖദ്നേസറിൻ്റെ സാമ്രാജ്യത്തിൽ, അല്ലെങ്കിൽ നെബൂഖദ്നേസറിന് എന്താണ് സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 4-ന്റെ 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 4-ന്റെ 1 ഞാൻ തന്നെ വായിക്കാം. 1, 2, 3 വാക്യങ്ങൾ. നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്: നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വം, അവൻ്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു. ഇതാരാണ് പറയുന്നത്? ദാനിയേലാണോ പറയുന്നത്? ദാനിയേലിൻ്റെ കൂട്ടാളികളാണോ പറയുന്നത്? അല്ല. ദൈവത്തെ അറിയാത്ത അവിശ്വാസിയായ ഒരു ഭരണാധികാരി പറയുകയാണ്, അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ, അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വം. എന്ന് പറഞ്ഞാൽ പരമാധികാരിയായ ദൈവമാണ് യഹോവയായ ദൈവമെന്ന് നെബൂഖദ്നേസർ മനസ്സിലാക്കുകയാണ്. അവൻ്റെ ആധിപത്യം തലമുറ തലമുറയായും ഇരിക്കുന്നു. എന്തുകൊണ്ടാണത് മനസ്സിലാക്കിയത്? ഈ ദാനിയേലും കൂട്ടാളികളിലുമൂടെ അവർ കർത്താവിന് വേണ്ടി ഒരു പ്രതിജ്ഞ എടുത്തതുകൊണ്ട്, അവർ ദൈവത്തിൻ്റെ വിശ്വസ്തരായ ന്യൂനപക്ഷമായി തീർന്നതുകൊണ്ട് ആ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് യഹോവയായ ദൈവത്തെയും അവൻ്റെ വീര്യപ്രവർത്തികളെക്കുറിച്ചും തിരിച്ചറിയുകയാണ്. 8-ാം വാക്യം, അതും വളരെ അത്ഭുതകരമായ വാക്യമാണ്. 4-ന്റെ 8. ഒടുവിൽ എൻ്റെ ദേവൻ്റെ നാമധേയ പ്രകാരം ബെൽത്ശസ്സർ എന്ന് പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുമുള്ളവനുമായി ദാനിയേൽ എൻ്റെ മുൻപിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നം വിവരിച്ചത് എന്തെന്നാൽ, നോക്കൂ ഇവിടെ എന്താണ് നെബൂഖദ്നേസർ പറയുന്നത്? നെബൂഖദ്നേസർ ദാനിയേലിന് 2 പേരുകൾ ഉപയോഗിക്കുകയാണ്. ഒന്നാമത്തെ പേര് ഏതാണ്? എൻ്റെ ദേവൻ്റെ നാമധേയ പ്രകാരം ബെൽത്ശസ്സർ എന്ന പേരുള്ളവനും. ഇതാരാണ് ഇട്ടത് ഈ ബെൽത്ശസ്സർ എന്ന പേര്? നെബൂഖദ്നേസർ രാജാവ് ആ പ്രവാസത്തിലേക്ക് കടന്നു വന്ന യഹൂദന്മാരുടെ എല്ലാം പേരുകൾ മാറ്റി. ആ കൂട്ടത്തിൽ ദാനിയേലിൻ്റെയും പേര് മാറ്റി. ബെൽത്ശസ്സർ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബേൽ മൈ പ്രൊട്ടക്ടർ, ബേൽ ദേവൻ എൻ്റെ സംരക്ഷകൻ എന്നതാണ്. അത് ബേൽ ദേവൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ബാൽ ദേവൻ്റെ മറ്റൊരു വേർഷൻ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ ദേവൻ്റെ പേരാണ് ദാനിയേലിന് കൊടുത്തത്. വാസ്തവത്തിൽ ദാനിയേലിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ പേര് ഉപയോഗിച്ചാൽ മാത്രം മതി. ആരും ഒന്നും ചോദിക്കാനോ പറയാനോ പോവുകയില്ല. കാരണം രാജാവാണിത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ താൻ എന്താ പറയുന്നത്? എന്നും പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ. നോക്കുക, ദാനിയേലിനെ കുറിച്ച് രാജാവ് പറയുന്ന സാക്ഷ്യം. ദാനിയേൽ എൻ്റെ മുമ്പിൽ എന്താണ് ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ഗോഡ് ഇസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപതി. അപ്പോൾ ഇവിടെ രാജാവ് പറയാതെ പറയുന്നൊരു കാര്യം, ഇദ്ദേഹം ബെൽത്ശസ്സർ അല്ല, ബേലല്ല ഇദ്ദേഹത്തിൻ്റെ സംരക്ഷകൻ, മറിച്ച് യഥാർത്ഥ ദൈവമാണ് ഇദ്ദേഹത്തിൻ്റെ സംരക്ഷകൻ, അദ്ദേഹം തന്നെയാണ് ന്യായാധിപതിയും എന്ന ആ വാചകം, എന്ന ആ ആത്മീയ സത്യം ഇവിടെ രാജാവ് ഡിക്ലെയർ ചെയ്യുകയാണ്, രാജാവ് പ്രൊക്ലെയിം ചെയ്യുകയാണ്. എത്രയോ ശ്രേഷ്ഠകരമായ അതിശയകരമായ ഒരു കാര്യമാണ്. പിന്നീടുള്ള ചരിത്രം നാം പരിശോധിച്ചാൽ ഈ രാജാവ് മാത്രമല്ല, പിന്നീട് വന്ന രാജാക്കന്മാരെല്ലാം ദാനിയേലിൻ്റെ ദൈവത്തെ തിരിച്ചറിയുകയും
ആ ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ വരുന്ന ആളുകളിൽ നമ്മൾ ഈ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി ഇതാണ്: നാം ദൈവത്തിൻ്റെ ഒരു ന്യൂനപക്ഷമായി തീരുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ, വിഗ്രഹാരാധനയോ അധാർമിക പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ദരിദ്രന്മാരുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ഒരു ന്യൂനപക്ഷമായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.